അസ്സലാമു അലൈക്കും. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ അജയ്യനായ അമരക്കാരൻ ബഹുമാനപ്പെട്ട റഈസുൽ ഉലമ, കേരള മുസ്ലിം ജമാഅത്തിൻ്റെ കരുത്തനായ സെക്രട്ടറി ബഹുമാനപ്പെട്ട ബദറുൽ സാദാത്ത് തങ്ങളുടെ അടക്കമുള്ള പണ്ഡിതന്മാരും സയ്യിദന്മാരും ഒരുമിച്ചുകൂടിയ മഹത്തായ മജ്ലിസ്, വളരെ ബഹുമാനപ്പെട്ട താജുൽ ഉലമ, ഒരു ഇന്ത്യ രാജ്യത്ത് ഈ നൂറ്റാണ്ടിൽ കണ്ടിട്ടില്ലാത്ത തുല്യതയില്ലാത്ത ഒരാളാണ് എന്ന് എല്ലാവർക്കും അറിയാം. കിതാബ് ഓന്ന കാലത്ത് കാണാതെ പഠിച്ച് അങ്ങനെ ഓതി വലിയൊരു ബാക്കിയാതെ സ്വാലിഹാത്തിൽ പഠിക്കുമ്പോൾ 12 സബക്ക് പുറത്ത് ഓതി കൊടുക്കുമായിരുന്നു. അങ്ങനെ വലിയ പാണ്ഡിത്യം 90 ചില്ലാണം വെച്ച് 95ഓളം വയസ്സ് ഇൽമ് കൈകാര്യം ചെയ്ത വലിയ ധീരനായ സയ്യിദ് തറവാട്ടിലെ വലിയ മഹാനവർകൾ, അവർ എൻ്റെ ബഹുമാനപ്പെട്ട തഅലിമീങ്ങളെ, അവർ ഉസ്താദന്മാരോടും സയ്യിദന്മാരോടും ചെറിയ സയ്യിദന്മാരോടും എന്ത് ബഹുമാനമാണ് അവർ കാണിച്ചതെന്ന് നമുക്ക് പറയാനാവുകയില്ല. ബഹുമാനപ്പെട്ട കൂറത്തങ്ങളെ യഥാർത്ഥത്തിൽ അവരുടെ പദവി പറയുമ്പോൾ, ഞാനൊരിക്കൽ ഉസ്താദിൻ്റെ ഹാദിമിൻ്റെ കല്യാണത്തിന് വന്നപ്പോൾ പഴയ മദരിമാരൊക്കെ ഉസ്താദിനെ കാണാൻ വന്നു. അക്കൂട്ടത്തിൽ ഒരു പകത്ത് മാറി നിൽക്കുന്നു ബഹുമാനപ്പെട്ട കൂറത്തങ്ങൾ. വളരെ അതവോടുകൂടി കണ്ട് എന്താ കോയമ്മ ഒരു ഊത്ത് ഒതുക്കി കൊടുത്തങ്ങ് പോയി. എന്തൊരു അതവും ബഹുമാനവുമായൊരു ബഹുമാനപ്പെട്ടവർ. സത്യത്തിൽ ആ ഒരു ബഹുമാനം മരണപ്പെടുന്നത് വരെ ബഹുമാനപ്പെട്ടവർ നിലനിർത്തി അതിൻ്റെ ഓർമ്മ. അതിനുശേഷം ബഹുമാനപ്പെട്ട നമ്മളെ പണ്ഡിതന്മാരോടൊക്കെ വലിയ ബഹുമാനവും ആദരവ് കാണിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിനയം കാണിച്ചാൽ ഉയർത്തുമെന്ന് പറയുന്നതിൻ്റെ ഒരു വലിയ തെളിവാണ് നമ്മൾ ഈ മഴക്കാലത്ത് ഈ നാട്ടിൽ കാണുന്നത്. ബഹുമാനപ്പെട്ട ഖുതുബുൽ ആലം സിയം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിറോൽ അദീദ് വളരെ കൊല്ലങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്ന് പറഞ്ഞു, ഇവിടുത്തെ വെള്ളവും മണ്ണും മറ്റ് സ്ഥലങ്ങളിൽ ഔഷധമായി മാറും. ഇവിടെ ഒരാൾ വരും, ഇവിടെ ധാരാളം ആളുകൾ ഇവിടെ വരും. സുബ്ഹാനല്ലാഹ്, അത് നിന്നിവിടെ കാണുകയാണ്. ബഹുമാനപ്പെട്ട മടവൂരിയുള്ളാഹി പറഞ്ഞ കാര്യങ്ങൾ പലരും പുലർന്നു. സുൽത്താനുൽ ഉലമ, എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾ ലോകത്തിൽ സഞ്ചരിക്കും, സ്ഥാപനമുണ്ടാക്കും, നിങ്ങൾ പുസ്തകം എഴുതും, ദർസ് നടത്തും എന്നൊക്കെ പറഞ്ഞത് എത്ര കൊല്ലമായി. ഇന്നലെ രാത്രി ഇവിടെ വന്ന് പ്രസംഗിച്ച് പോണേത് ലാസ്റ്റ് ഉസ്താദ് പറഞ്ഞ് എനിക്കിപ്പോൾ രാത്രി തന്നെ പോകണം, രാവിലെ ദർസ് എടുത്തോളാം. എന്തൊരു അത്ഭുതമാണ്! എത്ര സ്ഥാപനങ്ങളാണ് അവരുണ്ടാക്കിയത്, ഏതെല്ലാം രാജ്യങ്ങളിലാണ് അവർ സഞ്ചരിക്കുന്നത്, എന്തെല്ലാം പ്രവർത്തനങ്ങൾ അവർ നടത്തുന്നു. അവരോടുകൂടി അവരോട് മുമ്പിൽ നിന്നുകൊണ്ട് ബഹുമാനപ്പെട്ട റഈസുൽ ഉലമയും അടുത്ത ദിവസവും ബഹുമാനപ്പെട്ടവർ മടവൂരിൽ വന്നപ്പോൾ ഞാനുമുണ്ട്. അവർ 2 കുട്ടികൾ, കുറേ ആളുകൾ വന്നിരിക്കുന്നു. ബഹുമാനപ്പെട്ടവർ വളരെ അതപോടുകൂടി എടുത്തുപോയി അവിടെ ഇരുന്ന് ദുആ ചെയ്ത് എന്തൊരാദരവാണ്! സുബ്ഹാനല്ലാഹ്. ബഹുമാനപ്പെട്ട സിയം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിറോൽ അദീദിന്റെ വാക്കുകൾ നമ്മുടെ കാണുകയാണ്. ബഹുമാനപ്പെട്ടവർ പറഞ്ഞതാണ്, ഈ നാട്ടിൽ ബഹുമാനപ്പെട്ട ഒരാൾ വരും, ഇവിടുത്തെ മണ്ണും വെള്ളവും ഔഷധമാകും. എത്ര ലക്ഷക്കണക്കിന് ആളുകളാണ് കൂറയിലേക്ക് ഒഴുകുന്നത്. ഇത് കറാമത്തല്ലെങ്കിൽ എന്താണ് കറാമത്ത്? ബഹുമാനപ്പെട്ട ജീവിതം, കൂറത്തങ്ങളുടെ ജീവിതം ചെറുപ്പം മുതൽക്ക് മരിക്കുന്നവരെ കറാമത്താണ്. എല്ലാ സമയത്തും എന്നല്ലേ ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരം ചെയ്യുന്ന ആൾ. ഏത് സമയത്തും അവരെടുത്ത് ഏതെങ്കിലും പ്രശ്നം എന്ന് പറഞ്ഞ ആളുകൾക്ക് സമാധാനം ഉണ്ടാക്കി കൊടുക്കുന്ന പണിയായിരുന്നു അവർക്ക് വേറെ അസുഖായ പണിയില്ല, വേറെ ഒന്നുമില്ല. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇതല്ലേ കറാമത്ത്? താജുൽ ഉലമ ഒരിക്കൽ തന്നെ പറഞ്ഞു, നിങ്ങൾ ആരോട് എന്ത് കഴിച്ചാലും ശരി കൂറനോട് തൊടാൻ കണ്ടട്ടോ. അവർക്ക് തന്നെ വലിയ ബഹുമാനമായി ഞാനിവരെ ഇരുത്തി ബഹുമാനപ്പെട്ട് ഈ സമയത്ത് സംസാരിക്കുന്നത് ശരിയല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ കറാമത്ത് ഇനിയും ധാരാളം കണ്ട് അനുഭവിക്കാൻ നമുക്കൊക്കെ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ബഹുമാനപ്പെട്ടവരുടെ കറാമത്തല്ലേ ബഹുമാനപ്പെട്ട റഈസുൽ ഉലമ എത്ര കിലോമീറ്റർ ഓടിയാണ് ഇവിടെ എത്തിയത്. അല്ലാഹു അവരുടെ വരവിന് വലിയ പദവി നൽകുമാറാകട്ടെ. എല്ലാ ക്ഷീണവും മാറ്റി ഈ സമൂഹത്തിന് നേതൃത്വം നൽകാൻ അല്ലാഹു ദീർഘകാലം തൗഫീഖ്
ചെയ്യുമാറാകട്ടെ. തിരക്കിനിടയിൽ ബഹുമാനപ്പെട്ട ബദറു സാദാത്തും ഓടി എത്തിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അള്ളാഹുവെ എല്ലാ ഹജ്ജിന് പോയി വന്ന് അള്ളാഹു കബൂലാക്കി അവരുടെ പിതാവിൻ്റെയും താജുലുലമയുമായി അവേദ്യമായ ബന്ധമുള്ള ഒരു കുടുംബമാണ്. അള്ളാഹുവിൻ്റെ പദവി വർദ്ധിപ്പിക്കുമാറാകട്ടെ. അങ്ങനെ ബഹുമാനപ്പെട്ട ഈ സദസ്സിൽ വന്ന എല്ലാ ആലിമീങ്ങൾക്കും നേരത്തെ ബഹുമാനപ്പെട്ട പൊന്മൾ ഉസ്താദ് വന്നുപോയി. അങ്ങനെ വിദ്യാപ്പള്ളി അടക്കം മിക്കവാറും പണ്ഡിതന്മാരും എത്രയോ കിലോമീറ്റർ യാത്ര ചെയ്ത് ഇവിടെ വന്ന് പോകുന്നത് എൻ്റെ ബഹുമാനപ്പെട്ട മോമിനീങ്ങളിൽ തങ്ങളുടെ വലിയ പദവിയാണ് നമ്മൾ കാണുന്നത്. അവരോടുള്ള ബന്ധം അള്ളാഹു നമുക്ക് നിലനിർത്തി തരുമാറാകട്ടെ. ആ ബന്ധം അവരെ മക്കളോടെയും കുടുംബത്തിലൂടെയും ഈ സമൂഹത്തിന് ഉപകരിക്കുന്ന നിലയിൽ അള്ളാഹു ആക്കി തരുമാറാകട്ടെ. എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.